കേരളം നാളെയും ഇതുപോലെ ഇതേ വികാരത്തോടു കൂടി ഇതേ ആർഭാടത്തോടു കൂടി പുതുവത്സരങ്ങൾ ആഘോഷിക്കുമോ എന്ന ചോദ്യം കേരളത്തെ ചൂഴ്ന്നു നിൽക്കുകയാണ്. അങ്ങനെ ആഘോഷിക്കണം, നമ്മളിനിയും പെരുന്നാളുകളും പുതുവത്സരങ്ങളും ഇതേ തോതിൽ തന്നെ ആഘോഷിക്കണം എന്ന ഒരു സന്ദേശം പകർന്നുകൊണ്ടാണ് ഈ നവകേരള യാത്ര സമാപിക്കുന്നത്, നവകേരള സദസ്സ് സമാപിക്കുന്നത്. അത് ചരിത്രത്തിലേക്ക് ചേക്കേറുകയാണ്. അതെങ്ങനെ ചരിത്രത്തിൽ എഴുതപ്പെടും എന്നാണ് മിനിസ്റ്റർ രാജൻ പ്രതീക്ഷിക്കുന്നത്. പി സി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഠിനമായിട്ടുള്ള ദുരന്തകാലത്തും ഒരാഘോഷങ്ങളെയും വിടാതെ മലയാളിക്ക് മുന്നോട്ട് പോകാൻ അവസരമുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റിൻ്റെ 7.5 വർഷക്കാലം നീണ്ട അനുഭവങ്ങളുടെ കാലത്താണ് കേരളം ഏറ്റവും വലിയ ചരിത്രത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ എത്തപ്പെട്ട കാലത്ത് കേരളം അതിൻ്റെ യജമാനന്മാരെ തേടിപ്പോകുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു യാത്രയ്ക്കും ഒരു സംഗമത്തിനും കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോ ജനാധിപത്യം അരുളുന്ന ഒരു ലോകത്തോ ഭരണകൂടം പൂർണ്ണമായും തങ്ങളുടെ യജമാനന്മാരായ ജനങ്ങളെ തേടിപ്പോയി അവരോട് പറയേണ്ടത് പറയാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവസരമുണ്ടായ ഒരു ചരിത്രവും ഉണ്ടാകില്ല. കൈരളി നല്ലതുപോലെ യാത്രയുടെ ഒപ്പം ഉണ്ടായിരുന്നു. കൈരളിയുടെ യാത്രാ സംഘത്തിൻ്റെ പ്രധാനികൾ ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ന്യൂസ് എഡിറ്ററോട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൊരു അഭിനന്ദനം, സാധാരണ പല മാധ്യമങ്ങളുടെയും കണ്ണുകൾ അപകടവും ചർച്ചയും ഉണ്ടാകുന്ന തങ്ങൾക്ക് ആവശ്യമായ അപസർപ്പക കഥകൾ മെനയാനുള്ള മുഖങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ 360 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിൽ ഒരേ ഒരു ക്യാമറ കണ്ണ് കൈരളിയുടേതാണ്. സ്വാഭാവികമായും കൈരളി എന്ന പദം അന്വർത്ഥമാക്കുന്ന വിധം കേരളത്തിൻ്റെ ജനതയുടെ ജനാഭിലാഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൈരളിക്കായി. അതൊരു മാധ്യമധർമ്മത്തിൻ്റെ ഭാഗവുമാണെങ്കിലും സർക്കാരിന് വേണ്ടി പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളം കഴിഞ്ഞ 7.5 വർഷം കരയുമ്പോഴൊക്കെ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാത്ത ഗവൺമെൻറ് എല്ലാ ആഘോഷങ്ങൾക്കും കേരളത്തിൽ ഇട നൽകിയിട്ടുണ്ട്. ഈ പുതുവർഷത്തിന് മാത്രമല്ല. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നൊരു കാര്യം, കഠിനമായ കോവിഡിൻ്റെ കാലത്ത് വീടുകൾക്കകത്തു പോലും ആളുകൾക്ക് മുഖംമൂടികളില്ലാതെ മുണ്ടാൻ പാടില്ലെന്ന് ലോകം വിധിച്ച കാലത്ത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതെന്താ, കുടുംബത്തിൻ്റെ ജനാധിപത്യത്തിലേക്ക് ഇത്തവണത്തെ ആഘോഷങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചു വയ്ക്കുക. രാവിലെ തന്നെ പുരുഷന്മാരൊക്കെ ഇറങ്ങി റോഡ് ചുറ്റുന്നതൊന്ന് നിർത്തുക, നിങ്ങൾ വീട്ടിലിരുന്ന് ആഘോഷിക്കുക. ആഘോഷിക്കാൻ പറ്റാത്തൊരവസരത്തെ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. കാരണം ആഘോഷിക്കേണ്ടതെല്ലാം റേഷൻ കടകളിലൂടെ കേരളം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൽകുന്നു. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ജനാധിപത്യം ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലൊരു ആഘോഷം നടത്തുക. പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ 7.5 വർഷക്കാലം എല്ലാ ദുരന്ത മുഹൂർത്തത്തിലും കേരളം അതിജീവിച്ച അതേ ജാഗ്രതയോടെ, കുറേ കൂടി കരുത്തോടെ, യഥാർത്ഥത്തിൽ ഏത് അപകടഘട്ടം ഉണ്ടെങ്കിലും തരണം ചെയ്യാനുള്ളൊരു ഇച്ഛാശക്തി കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. അത് പ്രളയത്തിൽ കാണിച്ചു, കോവിഡിൽ കാണിച്ചു, അതിദാരിദ്ര്യത്തെ മാറ്റുന്നതിലും സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലും കാണിച്ചു. കേരളം വികസനത്തിൻ്റെ പ്രക്രിയയിൽ കാണിച്ച ഈ ഇച്ഛാശക്തി കേരളത്തെ ഭരണഘടന പോലും നിഷേധിച്ചുകൊണ്ട്, ഭരണഘടനയുടെ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ തിരിയുകയാണ്. കേരളത്തിനോട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ കടന്നു വന്ന മേഖലകളിൽ ഒത്തുകൂടിയ ലക്ഷക്കണക്കായ ആളുകൾ 2 കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത്, കേരളത്തെ രക്ഷിക്കാനുള്ള സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഒരുമിച്ച് മറികടക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നു. അതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട